കഴിഞ്ഞ 12 വർഷത്തിന് ശേഷം കായംകുളം നഗരസഭ കുടുംബശ്രീ CDS UDF LDFിൽ നിന്നും പിടിച്ചെടുത്തു. വാശിയേറിയ മത്സരത്തിൽ 2 CDSകളുടെയും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ UDF നേടി. കഴിഞ്ഞ 12 വർഷത്തിന് ശേഷം കായംകുളം നഗരസഭ കുടുംബശ്രീ CDS UDF LDFിൽ നിന്നും പിടിച്ചെടുത്തു. കാദിശ ഓഡിറ്റോറിയത്തിലും ടൗൺ ഹാളിലുമായി നടന്ന വാശിയേറിയ മത്സരത്തിൽ 2 CDSകളുടെയും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ UDF നേടി. 1 മുതൽ 23 വരെയുള്ള വാർഡുകൾ ഉൾക്കൊള്ളുന്ന ഈസ്റ്റ് CDSന്റെ പ്രസിഡന്റായി തങ്കമണി, വൈസ് പ്രസിഡന്റായി ഷഹീദ എന്നിവർ വിജയികളായി. 17 വോട്ട് UDFിനും 6 വോട്ട് LDFിനും ലഭിച്ചു. 24 മുതൽ 45 വരെയുള്ള വാർഡുകൾ ഉൾക്കൊള്ളുന്ന വെസ്റ്റ് CDSന്റെ പ്രസിഡന്റായി ഷീന കരുമത്തലക്കിലും വൈസ് പ്രസിഡന്റായി രാജിയും വിജയികളായി. UDF സ്ഥാനാർത്ഥികൾക്ക് 13 വോട്ട് വീതവും LDF സ്ഥാനാർത്ഥിക്ക് 9 വോട്ടും ലഭിച്ചു. വിജയികളായ CDS ഭാരവാഹികൾക്ക് UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭവനിൽ സ്വീകരണം നൽകി. യോഗത്തിൽ UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് U മുഹമ്മദ് അധ്യക്ഷനായി. കുറേയേറെ അയൽക്കൂട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് മാറേണ്ടതായി വന്നു. അതിൽ ബഹുഭൂരിപക്ഷം പേരും നമ്മുടെ അയൽക്കൂട്ടങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. രാഷ്ട്രീയ വിരോധവും രാഷ്ട്രീയ പ്രതികാരവും തീർക്കാൻ വേണ്ടി പല അയൽക്കൂട്ടങ്ങളും ഓഡിറ്റ് പരിശോധനയ്ക്ക് വന്നില്ല എന്നുള്ള കാരണത്താൽ അവരെ അയോഗ്യരാക്കി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അവശേഷിച്ച വോട്ടർമാരിലാണ് ഈ നഗരസഭയിലെ 45 വാർഡുകളിലെ കുടുംബശ്രീ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന 2 CDSകളും കഴിഞ്ഞ 10-14 വർഷക്കാലത്തെ നഗരസഭയിലെ CDSൻ്റെ CPMൻ്റെ LDFിൻ്റെ അധികാര കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് വമ്പൻ ഭൂരിപക്ഷമാണ് ഇന്ന് കായംകുളം നഗരസഭയുടെ UDF നേടിയത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് A. ത്രിവിക്രമൻ തമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. ഏതെങ്കിലും മന്ത്രിമാരുടെ യോഗം നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? വിവരക്കേടല്ലാതെ ഏതെങ്കിലും മന്ത്രി ഉണ്ടോ? വാ തുറന്നാൽ വിവരക്കേട് പറയുന്ന സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവരുടെ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ള ജോലിയായിരുന്നു CDSൻ്റെ കുടുംബശ്രീയുടെ പ്രവർത്തകന്മാർക്കുള്ളത്. അതിനൊരു മാറ്റം വരണം. നമുക്ക് നമ്മുടെ ഗവൺമെൻറ് വരാൻ പോവാണ്. എല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് മത്സരിക്കാൻ പോകുന്നത്. ജയിച്ചു വരുന്നവരും അവരൊക്കെ തന്നെ ആയിരിക്കും, മന്ത്രിമാരാകുന്നതും അവരൊക്കെ തന്നെ ആയിരിക്കും. നമ്മുടെ UDFിൻ്റെ തിരിച്ചുവരവ് ഇതുവഴി മുന്നോട്ട് നല്ല രീതിയിൽ പോകുവാനും 27-ാം തീയതി 6-ാം തീയതി നടക്കുവാൻ പോകുന്ന പുതുക യാത്ര ഇതിൻ്റെ ഒരു ആവേശത്തോടുകൂടി വലിയൊരു ജനാവലിയുടെ പിന്തുണയോടുകൂടി പ്രതിപക്ഷ നേതാവിനെ ആനയിച്ച് സ്വീകരിച്ച് നമുക്ക് പുതിയൊരു യുഗം, അത് ഐക്യ ജനാധിപത്യത്തിൻ്റെ യുഗമാക്കുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണിച്ച ഒരു ആത്മാർത്ഥമായ പ്രവർത്തനം മുന്നോട്ടുമുണ്ടാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ കായംകുളത്തെ CDSൻ്റെ ഭരണ നേതൃത്വം അത് CPMൻ്റെ കേവലം ചട്ടുകമായി പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത എല്ലാ അയൽക്കൂട്ടങ്ങളുടെയും രജിസ്ട്രേഷൻ പോലും റദ്ദാക്കിക്കൊണ്ടാണ് ഇവിടെ അവർ ഈ CDS ഇത്തവണ പിടിക്കാനുള്ള ശ്രമം നടത്തിയത്. UDF നേതാക്കളായ കറ്റാനം ഷാജി, H. ബഷീറുകുട്ടി, ഇർഷാദ്, K. പുഷ്പദാസ്, AP ഷാജഹാൻ, ചിറപ്പുറത്ത് മുരളി, നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി, വൈസ് ചെയർപേഴ്സൺ അംബിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബിജു നസ്രുള്ള, അനിത മുട്ടാടിക്കൽ, കാവിൽ നിസാം, മിനി സാമുവൽ, സോളമൻ റൊസാരിയോ, A. ഹസൻ കോയ, വള്ളിയിൽ റസാക്ക്, അസീം നാസർ, സുധാ സുധാകരൻ, മിനി അച്ചൻകുഞ്ഞ്, പ്രമീള ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.